എല്ലാവർക്കും നമസ്കാരം. നമ്മൾ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ ചിക്കൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാമെന്നുള്ള ഒരു റെസിപ്പിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ആകെ വേണ്ടി ഇത്രയും എടുത്തിട്ടുള്ളൂ. ഇത് എല്ലില്ലാത്ത പീസുകളാണ് എടുത്തിരിക്കുന്നത്. എല്ലുള്ള പീസാണെങ്കിലും ഒരു പ്രശ്നമില്ല. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കുക. അധികം മസാലകളൊന്നുമില്ല. ഒരു 1/4 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും ഒരു നുള്ള് മഞ്ഞൾ പൊടിയും ഒരു 1/4 ടീസ്പൂണ് ഗരം മസാലയും. അപ്പോൾ ഇത്ര മാത്രം ഇട്ട് വെച്ചിട്ട് ഒരു സ്വല്പം ഉപ്പും കൂടെ ചേർക്കാം. അപ്പോൾ ഇതൊന്ന് തേച്ച് പിടിപ്പിച്ച് വെക്കാവേ ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഇന്നൊരു ചീനച്ചട്ടിയിലാണ് ഇതിൻ്റെ ആദ്യത്തെ പരിപാടികൾ ചെയ്യുന്നത്. അപ്പോൾ ചീനച്ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചീനച്ചട്ടിയിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാവേ. നമുക്ക് ഈ ചിക്കൻ ഒന്ന് വറുത്ത് കിട്ടാനും മാത്രം വേഗം ചെയ്യണം, വറുത്തും കിട്ടണം. ആ രീതിയിൽ നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാവേ. നമ്മളിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം എണ്ണയാണ് ഒഴിക്കുന്നത്. അതിൻ്റെ ആവശ്യമുള്ളൂ. ഇത്രയും ചിക്കനല്ലേ ഉള്ളൂ, അതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ എണ്ണയുടെ ആവശ്യമുള്ളൂ. അപ്പോൾ ഇതൊന്ന് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ഓരോ പീസ് ഇട്ട് കൊടുത്ത് ഒന്ന് വറുത്ത് എടുക്കാവേ. അപ്പം ഇതിവിടെ കിടന്നിട്ടൊന്ന് വേഗം ചെയ്യണം. എന്നാൽ നല്ല ഒത്തിരി ക്രിസ്പി ആവേണ്ട ആ രീതിയിൽ നമുക്കൊന്ന് വറുത്ത് കിട്ടാവേ. അപ്പം നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ടായിരുന്നേ. അപ്പം നമ്മൾ ഇനി ഇത് വെന്ത് റെഡിയായി. അപ്പം അത് നമുക്കത് കോരി ഒരു പാത്രത്തിലേക്ക് ആക്കാവേ. അപ്പം നമ്മൾ കുറച്ച് അരി എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ കുത്തരിയാണ്. അപ്പോൾ ഈ കുത്തരിയും കൂടെ ഇതിലേക്ക് ഇട്ട് തന്നെ നമുക്കൊന്ന് മുരിച്ചെടുക്കാവേ. അപ്പോൾ ഇത് നല്ല ചൂട് എണ്ണയാണ്. അപ്പോൾ ഇടുമ്പോൾ സൂക്ഷിച്ചോണം, കാരണം ഇത് തെറിക്കുവേ. ഞാനിപ്പോൾ എണ്ണ ഒന്ന് സ്റ്റൗ ഒന്ന് നിർത്തിയിട്ടുണ്ട്, കാരണം ഇത് ഭയങ്കര ചൂടെണ്ണയാണല്ലേ. പൊരിയായിട്ട് ചാടുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് പൊരിച്ചെടുക്കണം, അല്ലെങ്കിൽ ശരിയാകത്തില്ല. എല്ലാം ഒന്ന് പൊരിഞ്ഞ് കിട്ടുന്ന രീതിയിൽ ആക്കുക. തീ കുറച്ചെടുക്കുക. ചിക്കൻ വറുത്ത എണ്ണ ആയതുകൊണ്ട് ആ ചിക്കൻ്റെ ഒരു ടേസ്റ്റ് ഒക്കെ കൂടെ ഈ അരിക്കും കൂടെ കിട്ടുവേ. ഇത് പൊരിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഇപ്പം നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് പൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്കിതും കോരി മാറ്റാവേ. ഞാൻ സ്റ്റൗ അങ്ങ് നിർത്തുകയാണ്. ഇനി ഇത് നമ്മുടെ നല്ല പൊരിഞ്ഞ് കിട്ടണേ, എന്നാലേ ഇത് സംഭവം റെഡി ആകത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇങ്ങനെ കടിക്കുന്ന ഒരു ഫീല് വരും. അപ്പോൾ അത് കാരണമാണ് നമ്മളിത് നന്നായിട്ട് പൊരിച്ചെടുക്കുന്നത്. അപ്പം ഇതിന്ന് മുഴുവൻ കോരി മാറ്റാവേ. ഇപ്പം നമ്മൾ അരി വറുത്ത് കോരിയിട്ടുണ്ട്, ചിക്കനും വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി നമുക്ക് അതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് ഒരു 4-5 വറ്റൽമുളകൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാവേ. വറ്റൽമുളക് ഇടുമ്പോൾ സൂക്ഷിച്ച് വേണം, കാരണം തീ അധികം വെക്കരുത്. തീ ഓഫ് ചെയ്താലും കുഴപ്പമില്ല, ഇത് ചിലപ്പോൾ പൊട്ടിത്തെറിക്കും. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. വേണമെങ്കിൽ മുറിച്ചിടാവേ. മുറിച്ചിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അരികളെല്ലാം കൂടെ ഈ എണ്ണയിലേക്ക് വീഴും. അതുകൊണ്ടാണ് നമ്മൾ മുറിച്ചിടാതെ അല്ലാതെ തന്നെ ഇട്ടത്. പക്ഷെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒത്തിരി ഇത് മൂത്ത് പൊട്ടാതെ സൂക്ഷിച്ചോണം. ഇതെന്താ പൊട്ടുന്നതെന്ന് വെച്ചാൽ ഈ എണ്ണയിലോട്ട് ഇടുമ്പോഴത്തേനുണ്ടല്ലോ ഇതിങ്ങ് വീർക്കും. അത്രയും നേരം ചൊങ്ങിയിരിക്കുന്ന സാധനം വീർക്കും. അപ്പോൾ അത് പൊട്ടി കഴിയുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് തരി നമ്മളുടെ ദേഹത്തേക്ക് വീഴും. അതാണ് ഡേഞ്ചർ എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഈ എണ്ണയിലേക്ക് തന്നെ നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ കറിവേപ്പില നമ്മൾ ഇടുമ്പോഴത്തേക്കിനും എണ്ണ ഈ സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്തിട്ട് ആ എണ്ണയുടെ ഒരു ചൂടില്ലേ, ആ ചൂടിൽ മാത്രമായിട്ട് ഇതൊന്ന് റെഡിയാക്കി എടുത്താൽ മതി. കറിവേപ്പില കരിഞ്ഞു പോകണ്ട, അതിന് മുന്നേ തന്നെ നമുക്ക് കോരി മാറ്റാവേ. കറിവേപ്പില വറക്കുമ്പോൾ നല്ല മണമാണ്. അപ്പോൾ നമ്മൾ വറക്കാനുള്ള
ആവശ്യമുള്ള സാധനങ്ങളെല്ലാം തന്നെ വറുത്ത് മാറ്റിയിട്ടുണ്ട്. നമ്മൾ ആദ്യം ഒഴിച്ച എണ്ണയിൽ നിന്ന് ഇത്രയും മിച്ചമുണ്ട്. ഇത് നമ്മൾ കുറച്ച് കൂടുതൽ ഒഴിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആ ചിക്കൻ ഒന്ന് റെഡിയാക്കി കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു സ്വല്പം എണ്ണ കൂടുതൽ വേണ്ടേ. അപ്പോൾ ഒരു മാക്സിമം ഒരു ടേബിൾ സ്പൂൺ എണ്ണ നമുക്ക് ചിലപ്പോൾ വേസ്റ്റ് ആയി പോകും. ബാക്കിയെല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇനി നമ്മൾ കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു അരമുറി തേങ്ങയുണ്ട്. ഒരു 5-6 അല്ലി കുരുമുളകും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഇനി ഒരു സ്വല്പം വാളപ്പുളി കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിന് മുന്നായിട്ട് തന്നെ നമ്മുടെ ഈ ചിക്കൻ നമ്മളിവിടെ നേരത്തെ തന്നെ വറുത്ത് വെച്ചിരിക്കുന്നതല്ലേ. അപ്പോൾ ഇതിൻ്റെ അകത്ത് എല്ലിൻ്റെ എല്ലൊക്കെ ഒന്നെങ്കിൽ അത് മാറ്റിയെടുക്കണേ. എല്ലില്ലാതെ നമുക്കത് റെഡിയാക്കി എടുക്കാം. അപ്പം നമ്മൾ ഓൾറെഡി തന്നെ എല്ലില്ലാത്ത കഷ്ണമാണ് എടുത്തിരുന്നത്, പീസുകളാണ് എടുത്തിരുന്നത്. അതുകൊണ്ടാണ് വലിയ എല്ലിൻ്റെ ഇതില്ലാത്തത്. അപ്പം നമുക്ക് ഒരു പീസ് മാത്രമേ എല്ലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതങ്ങ് നമുക്ക് മാറ്റാം. അപ്പോൾ ഇത് എല്ലാം നന്നായിട്ട് ആറി തണുത്തിട്ടുണ്ട്. അപ്പം നമുക്കിതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കാം. അപ്പം അമ്മിക്കല്ലൊന്നും ഇല്ലെങ്കിൽ നമുക്ക് സാധാരണ മിക്സി എടുക്കാം. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് നമ്മൾ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കുരുമുളക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ ഈ ചിക്കൻ പീസുകളില്ലേ അത് നമുക്ക് ഇട്ട് കൊടുക്കാവേ. അപ്പം ഇത് ഇടകലർത്തി ഇങ്ങനെ എടുത്തതെന്ന് വെച്ചാൽ നമ്മുടെ ഇത് അരഞ്ഞ് കിട്ടാനും ഒക്കെ ഉള്ളൊരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നുണ്ടല്ലോ വാളംപുളിയാണ്. അപ്പോൾ വാളംപുളി നമ്മളൊരു ചെറിയ പീസ് എടുക്കുക. അപ്പോൾ ഓരോ സ്ഥലത്ത് കിട്ടുന്ന വാളംപുളി ഓരോ ടൈപ്പായിരിക്കും. അപ്പോൾ അതിൻ്റെ പുളിയുടെ ഒക്കെ അനുസരിച്ചിട്ട് നമ്മൾ ഉപയോഗിക്കാം. ഇനി നമ്മൾ നമ്മുടെ വറ്റൽമുളക് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുക്കാവേ. ഇതൊന്ന് മുറിച്ച് വേണേലും ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് നമ്മൾ നല്ലതായിട്ട് മൊരിഞ്ഞത് കാരണം മുറിച്ചില്ലേലും കുഴപ്പമില്ല. ഇനി നമ്മുടെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ അരി വറുത്തത് ഇട്ട് കൊടുക്കാം. അരി വറുത്തത് അത്യാവശ്യം നല്ല രീതിയിൽ വറന്ന് കിട്ടിയില്ലെങ്കിലുണ്ടല്ലോ അതിങ്ങനെ കല്ല് പോലെ കടിക്കുവേ. അപ്പം നന്നായിട്ട് വറന്ന് കിട്ടുന്നതാണ് നല്ലത്. ഈ അരി ഉണ്ടല്ലോ നല്ല ചൂട് എണ്ണയിലേക്കൊക്കെ ഇടുമ്പോൾ അത് പൊരിയാകും. അത് നമ്മൾ കഴിച്ചിട്ടുണ്ടല്ലോ, പൊരി കഴിച്ചിട്ടുണ്ട് അരിയുടെ. അത് നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇത് ചമ്മന്തിക്കകത്തിട്ട് വരുമ്പോഴത്തേക്കിനും പിന്നെ അതിൻ്റെ ടേസ്റ്റ് അടിപൊളിയായിരിക്കും. അപ്പോൾ നമുക്കിനി ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാവേ. നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ക്വാണ്ടിറ്റിയുടെ ഒക്കെ അനുസരിച്ച് നമ്മൾ പിന്നെ ആദ്യം ചിക്കൻ്റെ അകത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ നോക്കിയിട്ട് ഉപ്പ് ചേർക്കുക. എന്നിട്ട് നമുക്കിനി ഒന്ന് അരച്ചെടുക്കാം. അപ്പം നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. തുറന്നു വരുന്നുണ്ടല്ലോ. ചമ്മന്തി നല്ല രീതിയിൽ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഒത്തിരി അങ്ങ് മഷി പോലല്ല അരച്ചെടുത്തിരിക്കുന്നത്. ഇങ്ങനെ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ അരച്ചെടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ചോറിൻ്റെ ഒക്കെ കൂടെ ടിഫിൻ്റെ അകത്തൊക്കെ ആണെങ്കിലും കൊടുത്തു വിടാനും പറ്റും. അല്ലാതെ നമ്മൾ നമ്മുടെ വീട്ടിലൊക്കെ ഗസ്റ്റൊക്കെ വരുമ്പോഴാണേലും നമുക്ക് തയ്യാറാക്കി അവർക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊരു ചെറിയൊരു ഈസി റെസിപ്പി നമ്മൾ ചിക്കനുമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഇതൊന്ന് ചെയ്ത് നോക്കണേ. ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് ഇടുക. മാത്രമല്ല ഇതുവരെ ഈ റെസിപ്പി ചെയ്തിട്ടുണ്ടെങ്കിലേ അതും കൂടെ ഒന്ന് പറയണേ. പിന്നെ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ തൊട്ടടുത്തുള്ള ആ ബെല്ലൈൻ്റെ ആ ബെല്ലൈക്കൺ കൂടി ഓൺ ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെടുത്ത എല്ലാ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നമുക്ക് നമ്മുടെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് നാളെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ ബൈ. I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.